സാലീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമുക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അയല എങ്ങനെയാണ് വറുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് കാണാം. ഞാൻ 2 അയല കഷ്ണങ്ങളാക്കി കഴുകി എടുത്തു വെച്ചിരിക്കുന്നു. 1.5 ടീസ്പൂൺ ഉപ്പ് എടുത്തിരിക്കുന്നു. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇത്രയുമാണ് ഇതിൻ്റെ ചേരുവകൾ. ഇതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തു. ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ഈ ചേരുവകളെല്ലാം കൂടി മിക്സ് ആക്കി വെക്കാം. ഇത് നല്ലപോലെ അല്പം വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഒത്തിരി വെള്ളം വേണ്ട. ഈ മസാല നല്ലപോലെ ഇത് മിക്സ് ആക്കി വന്നു. അല്പം വെള്ളം ചേർത്താൽ മതി, ഒത്തിരി വെള്ളം ചേർക്കരുത്. ഇത് മീനിനെ നല്ലപോലെ പിടിച്ചിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും. ഇതാണ് ഇതിൻ്റെ ശരിക്കായിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് പുരട്ടി അല്പസമയം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഇതിലേക്ക് മീൻ ചേർക്കുകയാണ്. ഇതെല്ലാം ഇതിൻ്റെ മസാല ഇതിനെല്ലാം നല്ലതുപോലെ പിടിച്ചു, പുരട്ടി എല്ലാം നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് സമയം ഇത് വെക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പേ വെച്ചു. ഇത് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചാൽ മതി. ഇത് നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മൾ ഈ മീൻ ഇടുകയാണ്. ഞാൻ ഈ മീനെല്ലാം ഇതിനകത്ത് ഇട്ടു. ഇതിന് നമുക്ക് ഒരു 5 മിനിറ്റ് സമയത്തേക്ക് അടച്ചു വെക്കാം, മീഡിയം ഫയറിൽ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് തുറക്കുകയാണ്. നമുക്കിത് ഇനി ഒന്ന് മറിച്ചിടാമെല്ലാം. ഇതെല്ലാം ഞാൻ മറിച്ചിട്ടു. നമുക്കിനിയും വീണ്ടും ഇത് 5 മിനിറ്റ് സമയം കൂടി ഒരു സ്ലോ ഫയറിൽ വെക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. ഞാനിത് തുറക്കുകയാണ്. അപ്പൊ നമ്മുടെ മീനെല്ലാം നല്ലപോലെ മൂത്തു വന്നിട്ടുണ്ട്. നോക്കാം. ഇനി നമുക്കിതൊരു അല്പസമയം ഒരു 2 മിനിറ്റ് ഇത് നമുക്ക് തുറന്നിരിക്കട്ടെ. ഇതിൻ്റെ വെള്ളമയോ ഉള്ളതൊക്കെ പറ്റിപ്പോവാൻ. എല്ലാം മൂത്തു, എന്നാലും അല്പസമയം കൂടി ഇരുന്നോട്ടെ. 2 മിനിറ്റ് സമയം നമുക്ക് തുറന്നു വെക്കാം. ഇപ്പൊ നമ്മുടെ മീനെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ 2 മിനിറ്റ് ഏറെയായി. ഞാനിത് നീട്ടി ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഞാനിനി ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ അയല വറുത്തത് ഇവിടെ റെഡി ആയിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും വീണ്ടും അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.